ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സിദ്ധുവും ചന്ദ്രികയും കൂടി ക്ഷേത്രത്തിൽ പോയ സമയത്താണ് മേഘ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു കല്യാണക്കത്തൊക്കെ വലിച്ചു കീറുന്നത്. മാത്രമല്ല, അവൾ സിദ്ധുവിനോട് പറയുന്നുണ്ട്, ഒരിക്കലും നീയും ചന്ദ്രികയും തമ്മിലുള്ള വിവാഹം നടക്കില്ല, നീ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴുത്തിൽ മാത്രമായിരിക്കും എന്ന് മേഘ പറഞ്ഞു കേട്ടതും സിദ്ധാർത്ഥിൻ്റെ ദേഷ്യം ഇങ്ങനെ അരിച്ച് കയറുമായിരുന്നു. അവൻ വീണ്ടും അവളുടെ ചെകിട്ടത്ത് നോക്കി പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ചന്ദ്രിക പോയി തടഞ്ഞു നിർത്തുന്നുണ്ട്. സാർ വേണ്ട സാർ. പിന്നെ അല്ലാതെ അവൾക്ക് വായി തോന്നുന്നത് എന്തും വിളിച്ചു പറയാമെന്നാണോ? പാവല്ലേ, വിട്ടേക്കാന്ന് വിചാരിക്കും തോറും എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ ചന്ദ്രികയോട് പറയാണ്. സാർ നിങ്ങൾ വാ സാർ, വാ വാ എന്ന് പറഞ്ഞ് ചന്ദ്രിക അവനെ പിടിച്ചു വലിച്ച് അവിടെ നിന്നും കൂട്ടിക്കൊണ്ട് പോവാണ്. സിദ്ധാർത്ഥിൻ്റെ ആദ്യത്തെ തല്ലിൽ തന്നെ മേഘ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ കിതക്കുവാണ്. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ലല്ലോ, ദൈവം തന്നെ ഇവൾക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കണം. ഇതൊക്കെ മാറി നിന്നിട്ട് മുത്തശ്ശിയും മനോഹരം കേൾക്കുന്നുണ്ടായിരുന്നു. മേഘയാണെങ്കിൽ അയാൾക്ക് മറുത്തൊന്നും പറയാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അവളിങ്ങനെ ക്ഷീണിച്ചിട്ട് വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. മേഘ ദേഷ്യത്തോടെ അവിടെ തറയിലിടിക്കുകയാണ്. ആ സമയത്ത് മനോഹരൻ ചേച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചി ഒരു നിമിഷം ചേച്ചി, ഇപ്പം വരാം. നിൽക്ക് നിൽക്ക് നിൽക്ക്, നീ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അല്ല ചേച്ചി, മേഘയുടെ അടുത്ത് പോയിട്ട് സിദ്ധു അവളെ അടിച്ചതിന് അവളെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് വരാം ചേച്ചി. ആഹാ, ശരി ശരി, വേഗം പോയിക്കോ. മേഘ അറിയാതെ നമ്മൾ ഇവിടെ വന്നിട്ട് അന്നദാനം കഴിക്കുകയാണെന്ന് മറ്റും അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സിദ്ധു ഇപ്പം അവൾക്ക് കൊടുത്തതൊക്കെ ഡബിളായിട്ട് അവൾ നമുക്ക് തിരിച്ചു തരും. കുഴപ്പമില്ലല്ലോ അല്ലേ? എങ്കിൽ പോയിക്കോ. അയ്യയ്യോ, അത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഭാഗ്യം ചേച്ചി ഓർമ്മിപ്പിച്ചത്, അല്ലെങ്കിൽ ഇപ്പം പോയിട്ട് മേഘയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കേണ്ടി വന്നേനെ. നീ എന്തിനാ ഇവിടെ വന്നത്? ഭക്ഷണം കഴിക്കാം. ശരി, ഇരിക്ക്. എങ്കിൽ ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഹാ ശരി ശരി എന്ന് പറഞ്ഞിട്ട് മനോഹര വേഗം അവിടെ ഇരുന്നിട്ട് ചേച്ചിയുടെ കൂടെ ഭക്ഷണം കഴിക്കുകയാണ്. എന്നാലും പാവമുണ്ടല്ലേ ചേച്ചി മേഘ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മനോഹരം കഴിക്കുന്നത്. മേഘയാണെങ്കിൽ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. എന്നിട്ട് ദേഷ്യത്തോടെ ഇൻസ്പെക്ടറോട് ചോദിക്കുന്നുണ്ട്, എന്താ മാഡം, ഞാൻ തന്ന കംപ്ലൈൻറ്റിൽ എന്തെങ്കിലും ആക്ഷൻ നിങ്ങൾ എടുത്തോ? മേഘ, നിങ്ങൾ തൽക്കാലം ഇവിടെ ഇരുന്ന് സംസാരിക്ക്. ഇവിടെ ഇരുന്ന് സംസാരിക്കാനല്ല ഞാൻ വന്നത്. ഞാൻ കംപ്ലൈൻറ്റ് തന്നിട്ട് ഒരാഴ്ചക്ക് മേലെയായി. ഇന്നും ഇത്ര ദിവസമായിട്ട് നിങ്ങൾ സിദ്ധാർത്ഥിൻ്റെ മേൽ കംപ്ലൈൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ എന്താ അതിൻ്റെ കാരണം? സിദ്ധാർത്ഥിൻ്റെ മേൽ FIR ഇട്ട് അവനെ റിമാൻഡ് ചെയ്യാതെ എന്തിനാ അവനിങ്ങനെ പുറത്ത് വിട്ടിരിക്കുന്നത്? അവൻ ചന്ദ്രികയെ കല്യാണം കഴിക്കാനുള്ള കല്യാണക്കത്തും കൊണ്ട് നാട് മുഴുവൻ കല്യാണം ക്ഷണിച്ച് നടക്കുവാണ്. എന്നെ ഇങ്ങനെ ചെയ്തിട്ട് അവൻ എങ്ങനെയാണ് മാഡം ചന്ദ്രികയെ കല്യാണം കഴിക്കാൻ സാധിക്കുക? എന്നിട്ടും ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥിൻ്റെ മേൽ ആക്ഷൻ എടുക്കാത്തത്? മേഘ, ഞങ്ങൾ അവരെയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കേട്ടു നോക്കിയപ്പോൾ നിങ്ങളുടെ ഗർഭത്തിന് സിദ്ധു ആണ് കാരണം എന്ന് തോന്നുന്നില്ല. എന്താ മാഡം പറഞ്ഞത്? സംഭവിച്ച ഞാൻ തന്നെ സിദ്ധു ആണ് എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയത് എന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ അങ്ങനെയല്ല, സിദ്ധു അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ മാഡം? നിങ്ങളും ഇനി അവരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ട് അവർക്ക് ഫേവറായിട്ട് സംസാരിക്കുന്നതാണോ? അപ്പോൾ തന്നെ ഇൻസ്പെക്ടർ കൂളായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കൂ, സൊസൈറ്റിയിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളുടെ മേൽ ആർക്ക് വേണമെങ്കിലും കംപ്ലൈൻറ്റ് കൊടുക്കാം. എന്നാൽ ഒരു തെളിവും ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ അവർക്കെതിരെ ആക്ഷൻ എടുക്കുകയും അവരെ കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്യുക? അങ്ങനെ കേസെടുത്താൽ അത് ഞങ്ങൾക്കാണ് പ്രശ്നം. സിദ്ധു ആണ് നിൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയത് എന്നുള്ളതിന് ഒരു തെളിവും ഞങ്ങളുടെ കയ്യിലോ നിൻ്റെ കയ്യിലോ ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് സിദ്ധുവിൻ്റെ മേൽ ആക്ഷൻ എടുക്കാൻ സാധിക്കുക? ഡോക്ടറാണെങ്കിൽ നിങ്ങളുടെ കുട്ടി ജനിച്ചതിന് ശേഷം മാത്രമേ DNA ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വയറ്റിലുള്ള കരുവിൻ്റെ മേൽ DNA ടെസ്റ്റ് എടുക്കാൻ സാധിക്കില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. അതുകൊണ്ട് കുഞ്ഞ് ജനിക്കുന്നത് വരെ നിങ്ങൾ കാത്തു നിന്നേ പറ്റൂ. നിങ്ങളുടെ കുട്ടി ജനിച്ചതിന് ശേഷം DNA എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സിദ്ധാർത്ഥാണോ ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അങ്ങനെ സിദ്ധാർത്ഥാണെന്ന് കൺഫേം ആയാൽ മാത്രമേ ഞങ്ങൾക്ക് അയാൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ സാധിക്കുള്ളൂ. എന്താ മേഡം നിങ്ങൾ ഈ പറയുന്നത്? അപ്പോൾ എന്നെ റേപ്പ് ചെയ്തവൻ അത്രയും കാലം സ്വതന്ത്രനായിട്ട് പുറത്ത് സന്തോഷത്തോടെ ചുറ്റിയടിച്ചോട്ടെ എന്നാണോ? മര്യാദയ്ക്ക് അവനെ പിടിച്ച് ജയിലിൽ അടക്കാൻ നോക്ക്. മേഘക്ക് അവളുടെ ദേഷ്യം ഇങ്ങനെ എരിച്ചു കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്പെക്ടർ വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്, മേഘ, ഞാൻ വീണ്ടും പറയാം, സിദ്ധാർത്ഥാണ് നിങ്ങളെ റേപ്പ് ചെയ്തത് എന്നുള്ളതിന് എന്തെങ്കിലും മതിയായ എവിഡൻസ് വേണം. അല്ലാതെ ചുമ്മാ ഒരാളാണ് നിങ്ങളെ റേപ്പ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കേസെടുത്തിട്ട് ഞങ്ങൾക്ക് അയാളെ ജയിലിലടക്കാൻ നിർവാഹമില്ല. ഓ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സിദ്ധാർത്ഥിനെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? എനിക്ക് മനസ്സിലായി. ഇതെങ്ങനെയാണ് മുകളിലേക്ക് കൊണ്ടുപോവേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ അവർക്ക് ഫേവർ ചെയ്യുകയാണെന്നും എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ അവരെയും വെറുതെ വിടില്ല, നിങ്ങളെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് മേഘ ദേഷ്യത്തോടെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോവാണ്. സിദ്ധാർത്ഥ് വീടിൻ്റെ ടെറസിന് മുകളിലാണ് ഉണ്ടായിരുന്നത്. അവൻ സംഭവിച്ച ഓരോ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ക്ഷേത്രത്തിൽ വെച്ചിട്ട് മേഘ പൂജാരിക്ക് കൊടുത്ത ആ ഒരു കല്യാണക്കത്ത് വലിച്ചു കീറിയതും അതിനുശേഷം മേഘയെ അവൻ അടിച്ചതും പിന്നീട് മേഘ പറയുന്നുണ്ടായിരുന്നു, അച്ഛന് തെറ്റാതെ മക്കൾ ജനിക്കുമെന്ന് പറയാറില്ലേ, അതുപോലെയാണ് സിദ്ധുവും. അവൻ്റെ അച്ഛന് യോഗ്യനായ മകനായിട്ടാണ് അവനും ജനിച്ചിട്ടുള്ളത്.
നിനക്ക് കല്യാണം എന്നൊന്നുണ്ടെങ്കിൽ അത് എൻ്റെ കൂടെ മാത്രമായിരിക്കും, മേഘ അവസാനമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ സിദ്ധു വീർപ്പ് മുട്ടി നടക്കുകയാണ്. ആ സമയത്താണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. എടുത്തു നോക്കിയപ്പോൾ ഇൻസ്പെക്ടർ ആയിരുന്നു. ഇതെന്തിനായിരിക്കും ഇൻസ്പെക്ടർ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് സിദ്ധു കോൾ അറ്റൻഡ് ചെയ്യുന്നത്. ഹലോ, എന്താ മാഡം, നിങ്ങളിപ്പോൾ എവിടെയുള്ളത്? ഞാൻ വീട്ടിലുണ്ട്. മേഘ നിങ്ങളുടെ മേൽ റേപ്പിംഗ് കേസ് തന്നിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് ചന്ദ്രികയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇൻവിറ്റേഷൻ ലെറ്റർ അടിച്ച് നടക്കുവാണോ? നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എൻ്റെ കല്യാണത്തിനുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി ഞാൻ ആരോടാ ചോദിക്കേണ്ടത്? സിധു തിരിച്ചു ചോദിക്കുകയാണ്. എൻ്റെ അടുത്ത് ഇങ്ങനെ റൂഡായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. മഹേന്ദ്രൻ്റെ മരുമകനാണെന്നുള്ള പരിഗണന കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ നിങ്ങളെ അറസ്റ്റ് ചെയ്യാത്തത്. അല്ലായിരുന്നെങ്കിൽ എപ്പോഴോ നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ട് ലോക്കപ്പിലാക്കേണ്ട സമയം കഴിഞ്ഞു. മേഘ ഇൻസ്പെക്ടർ കുറച്ച് റൂഡായിട്ടാണ് സിദ്ധാർത്ഥനോട് സംസാരിക്കുന്നത്. എന്താ മാഡം, ഞാനെന്തോ തെറ്റ് ചെയ്ത മാതിരി അക്യൂസ്റ്റിനോട് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കുന്നത്? ഞാൻ മേഘയെ റേപ്പ് ചെയ്തു എന്നുള്ളതിന് എന്താണ് അവളുടെ അടുത്ത് കയ്യിൽ പ്രൂഫുള്ളത്? ഒരു പെണ്ണ് ഒരു പയ്യനെതിരെ കംപ്ലൈൻറ്റ് തന്നാൽ മാത്രം മതി. FIR എടുത്ത് അവനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്താ തെളിവ് ചോദിച്ചു വരുന്നത്? തെറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ തെളിവ് ബാക്കി വെച്ചിട്ടാണോ തെറ്റ് ചെയ്യാറ്? അപ്പോൾ കുറച്ച് ദേഷ്യത്തോടു കൂടിയാണ് ഇൻസ്പെക്ടർ ചോദിക്കുന്നത്. തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിന് നിങ്ങളുടെ കയ്യിൽ എന്താണ് തെളിവുള്ളത്? എന്താ മാഡം ഇങ്ങനെ സംസാരിക്കുന്നത്? സിധു തിരിച്ചു ചോദിക്കുകയാണ്. ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളത് പോലെയാണല്ലോ മാഡം നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, സംഭവിച്ച അതായത് വിക്ടിമായിട്ടുള്ള മേഘ പറഞ്ഞല്ലോ നിങ്ങളാണ് കുറ്റവാളി എന്നുള്ളത്. മാഡം, അവൾ പറയുന്നത് മാത്രം വിശ്വസിക്കരുത്. അവൾ വായി തുറന്ന് സംസാരിക്കുന്നത് മുഴുവൻ കള്ളം മാത്രമാണ്. ശരി, അങ്ങനെയാണെങ്കിൽ നീ പറയുന്നത് കള്ളമല്ലെന്ന് ഞങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? അങ്ങനെ മേഘ പറയുന്നത് കള്ളമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീയല്ല മേഘയുടെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് നീ തെളിയിക്ക്. അങ്ങനെയാണെങ്കിൽ നിനക്കെതിരെ മേഘയാണ് കുറ്റം പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവളെ പിടിച്ച് ജയിലിലിടാം. അല്ലാതെ അതൊന്നും തെളിയിക്കാനൊന്നും ശ്രമിക്കാതെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം കല്യാണം നടത്താനാണോ നോക്കുന്നത്? മാഡം, മേഘ പറഞ്ഞ ഒരു കുറ്റമുള്ള വാക്കുകൾ കേട്ടിട്ട് ഞാൻ എന്തിനാ എൻ്റെ കല്യാണം മാറ്റിവെക്കേണ്ട ആവശ്യം? അവൾ പറയുന്നത് കള്ളമാണെന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും നന്നായിട്ടറിയാം. മേഘയെ ഭയന്നിട്ട് എൻ്റെ കല്യാണം മാറ്റിവെക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. നിനക്കെതിരെ ഒരു പെണ്ണ് കംപ്ലൈൻറ്റ് തന്നിരിക്കുകയാണ്, അതും റേപ്പിംഗ് കംപ്ലൈൻറ്റ്. ആ കംപ്ലൈൻറ്റ് സത്യമല്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് നീ തെളിയിക്കേണ്ടതാണ്. അതല്ലാത്ത പക്ഷം നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അല്ലാത്ത പക്ഷം നിന്നെ കസ്റ്റഡിയിലെടുത്ത് ഞങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്താ മാഡം, ഭീഷണിപ്പെടുത്തുവാണോ? ഞാൻ നിങ്ങളെയല്ല ഭീഷണിപ്പെടുത്തുന്നത്. മേഘ വന്ന് ഞങ്ങളെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഫേവറായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവളിപ്പോൾ പോയിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണോ? ഇനി മേഘ നേരെ പോയി മേലധികാരികൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇൻസ്പെക്ടർ ഞാൻ പറഞ്ഞ പരാതിയിന്മേൽ ആക്ഷൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കായിരിക്കും അതിനുള്ള ഭവിഷ്യത്തുണ്ടാവുക. അതുകൊണ്ട് ഒരു കാര്യം പറയാം, മേഘ മേലധികാരികളെ കാണുന്നതിന് മുൻപായിട്ട് മേഘയുടെ ഗർഭത്തിന് ഉത്തരവാദി നിങ്ങൾ അല്ലെങ്കിൽ അത് തെളിയിക്കാൻ നോക്ക്. അതുമാത്രമല്ല, അത് ഒഴിവാക്കിയിട്ട് ചന്ദ്രികയുടെ പിന്നാലെ നടന്ന് അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഈ സമയത്ത് ശ്രമിക്കുകയല്ല വേണ്ടത്. നിങ്ങളല്ല മേഘയുടെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് തെളിയിക്കേണ്ട കടമ നിങ്ങൾക്കുള്ളതാണ്. അല്ലാത്ത പക്ഷം സാധാരണക്കാർ ചെയ്യുന്നത് പോലെ തന്നെ എനിക്ക് നിങ്ങളെ കസ്റ്റഡിയിലെടുത്തിട്ട് ഞങ്ങളുടേതായ രീതിയിൽ ചോദ്യം ചെയ്യേണ്ടി വരും. നിനക്ക് 2 ദിവസത്തെ സമയം തരാം. അതിനകം നീയല്ല മേഘയുടെ ഗർഭത്തിന് ഉത്തരവാദിയെങ്കിൽ അത് തെളിയിക്കാൻ നോക്ക്. അല്ലാത്ത പക്ഷം ഞാൻ വീണ്ടും പറയുകയാണ്, തീർച്ചയായിട്ടും നിന്നെ കസ്റ്റഡിയിലെടുത്ത് ഞങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. അതും പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ കോൾ കട്ട് ചെയ്തതും സിദ്ധാർത്ഥ ദേഷ്യത്തോടെ അവൻ്റെ ഫോൺ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. അത് കണ്ടുകൊണ്ടാണ് ചന്ദ്രിക അങ്ങോട്ടേക്ക് വരുന്നത്. സർ! ചന്ദ്രിക വേഗം തന്നെ പോയി സിദ്ധുവിൻ്റെ ഫോൺ എടുത്തിട്ട് അവനോട് പറയാണ്, സർ എന്താ സർ ഇത്? ഫോൺ എന്തിനാണ് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചത്? സിദ്ധു വല്ലാത്ത ദേഷ്യത്തിലാണ് ഉണ്ടായിരുന്നത്. എനിക്കെന്നെ നെഞ്ച് പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നു ചന്ദ്രിക. മേഘ എന്നെ വല്ലാതെ ടോർച്ചർ ചെയ്യുകയാണ്. എന്താ സാർ ഇപ്പോഴത്തെ പ്രശ്നം? വീണ്ടും മേഘ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. നമ്മൾ ആർക്കും കല്യാണക്കത്ത് കൊടുക്കരുതെന്നും കല്യാണം നിർത്തിവെക്കാനുമാണ് അവൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നിർത്തിവെച്ചില്ലെങ്കിൽ ഇൻസ്പെക്ടർ എനിക്കെതിരെ കേസെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ് സർ ചെയ്യുക? തെറ്റ് ചെയ്യാത്ത ആളുടെ മേൽ എങ്ങനെയാണ് ആക്ഷൻ എടുക്കുക? എനിക്കറിയില്ല. ഒന്നുകിൽ ഞാൻ മേഘയുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഈ കല്യാണം എന്നോട് നിർത്തിവെക്കാനാണ് പറയുന്നത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും മനസ്സിലാവുന്നില്ല ചന്ദ്രിക. ചെയ്യാത്ത തെറ്റിന് സിദ്ധു അനുഭവിക്കുന്ന വേദന കണ്ടപ്പോൾ ചന്ദ്രികയ്ക്ക് പോലും സങ്കടമാവുകയാണ്. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സിദ്ധു തന്നെ അവളോട് പറയാണ്, സോറി ചന്ദ്രിക, ഞാൻ കാരണമാണ് ഇപ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അന്ന് മേഘയെ ബാറിൽ കൂട്ടാൻ വേണ്ടി പോകുമ്പോൾ നീ കൂടി എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നെ കൂട്ടിക്കൊണ്ട് പോകണ്ടെന്ന് കരുതിയിട്ട് ഞാനാണ് നിന്നോട് വരണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ അന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇതുപോലെ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെടില്ലായിരുന്നു. കണ്ട ആൾക്കാരുടെ ഭീഷണി മുഴുവൻ കേൾക്കേണ്ട ഗതികേടിലായി ഞാൻ. നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം ഒന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ മേഘ ഇപ്പം ഞാൻ വെട്ടിക്കൊന്നിട്ട് ജയിലിൽ പോയിട്ടുണ്ടാവുമായിരുന്നു. സിദ്ധാർത്ഥിന് വരുന്ന ദേഷ്യം അത്രയ്ക്കധികമാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അയ്യോ സാർ എന്തൊക്കെ ഈ പറയുന്നത്? ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ട് ഇൻസ്പെക്ടറോട് സംസാരിക്കാൻ വേണ്ടി പറയാം. അപ്പോൾ തന്നെ സിദ്ധു പറയുന്നുണ്ട്, ഏയ് ചന്ദ്രിക, അതൊന്നും വേണ്ട. എൻ്റെ തലയിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതുപോലെ നടക്കട്ടെ. ഇനി ആരോടും റെക്കമെൻഡ് ഒന്നും വേണ്ട.
ഇനി മേഘയുടെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ആരുടെ മുന്നിൽ നമ്മൾ തലതാഴ്ത്താൻ വേണ്ടി പോവേണ്ട. ഫോണിങ് താന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയുടെ കയ്യിൽ നിന്നും ഫോണും വാങ്ങിയിട്ട് സിദ്ധു ദേഷ്യത്തോടെ അവിടെ നിന്നും പോവുകയാണ്. അവൻ്റെ ദേഷ്യം ചന്ദ്രയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. രാത്രിയായ സമയത്ത് സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് റോഡിൽ കൂടി നടക്കുവാണ്. ആ സമയത്താണ് മഹേഷ് ഓട്ടോ എടുത്തിട്ട് അതുവഴി വരുന്നത്. അവൻ്റെ ബാക്ക് സൈഡ് മാത്രം കാണുന്നത് കൊണ്ട് സിദ്ധു ആണെന്ന് മഹേഷിന് മനസ്സിലായിട്ടില്ല. ഇതാരെ കള്ളു കുടിച്ചിട്ട് റോഡിൽ കൂടി ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. ഏയ്, റോഡിൽ കൂടി നടക്കാതെ സൈഡിൽ കൂടി നടക്കടാ എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് മഹേഷ്. പക്ഷെ അടുത്തെത്തിയ സമയത്താണ് സിദ്ധു ആണെന്ന് അവന് മനസ്സിലായത്. ഏയ്, സിദ്ധാർത്ഥ് സാറിനെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ വണ്ടി സൈഡ് ഒതുക്കി നിർത്തുവാണ്. സിദ്ധു സാർ. അപ്പോൾ സിദ്ധു തിരിഞ്ഞു നിന്ന് നോക്കുവാണ്. ആ മഹേഷ്, എന്താ സാർ ഇങ്ങനെ റോഡിൽ കൂടി മദ്യപിച്ച് നടന്നു വരുന്നത്? വരൂ സാർ, ഓട്ടോയിൽ കയറി, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവിടാം. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല മഹേഷ്, ഞാൻ നടന്നു പോയിക്കോളാം. സിദ്ധു നാവ് കുഴഞ്ഞുകൊണ്ട് പറയാണ്. സിദ്ധു സാർ, എന്തിനാ സാർ ഇങ്ങനെ നടന്നു പോകുന്നത്? ഓട്ടോ ഉണ്ടല്ലോ, വാ വണ്ടി കയറി, ഞാൻ കൊണ്ടുവിടാം. ഇല്ല മഹേഷ്, എൻ്റെ മൈൻഡ് തീരെ ശരിയില്ല. നടന്നിട്ടാണ് പോകുന്നതെങ്കിൽ എനിക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടും. സാർ, നിങ്ങൾ എന്തോ ഒരു മൈൻഡിൽ ഒരുപാട് ദൂരം നടന്നു വന്നു എന്നാണ് തോന്നുന്നത്. സാർ, നിങ്ങൾ വഴിതെറ്റിയിട്ടാണ് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിന് പോവേണ്ടത് ഈ ഒരു വഴിയിലല്ല. സാർ വരൂ, ഞാൻ സാറിനെ കൊണ്ടുവിടാം. മഹേഷ് അവനോട് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് സിദ്ധു നടക്കാൻ നോക്കിയത് സിദ്ധു വീഴാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മഹേഷ് അവൻ്റെ കൈകൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. തീരെ ബോധമില്ലാത്ത അവസ്ഥയിലാണ് സിദ്ധാർത്ഥ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മഹേഷ് പറയുന്നുണ്ട്, സാറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നു സാർ. പക്ഷേ സാറിന് ഇങ്ങനെ ഒരു അവസ്ഥയെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നുവാണ്. സാർ, ആ മേഘ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നല്ല ഒരുത്തിയല്ല സാർ. നിങ്ങൾ പാവം തോന്നിയിട്ട് അവളെ വീട്ടിൽ താമസിപ്പിച്ചു. എന്നാൽ അവൾ നിങ്ങൾക്ക് തന്നെ ചീത്തപ്പേരുണ്ടാക്കി വെച്ചു. സാർ, നിങ്ങൾ മേഘയുടെ അടുത്ത് അങ്ങനെയൊന്നും പെരുമാറിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സാർ. നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് നിങ്ങളെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് മേഘ ഇങ്ങനെയൊരു കുറ്റം നിങ്ങളുടെ മേൽ ചാർത്തി തന്നത് എന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. സാർ, ആ മേഘ പറയുന്നത് കള്ളമാണെന്ന് നിങ്ങൾ തെളിയിക്കൂ സാർ. തെളിയിക്കാനോ? ഞാനെങ്ങനെയാണ് മഹേഷ് തെളിയിക്കുക? സിദ്ധു ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തെളിയിക്കാം. പക്ഷേ ചെയ്യാത്ത തെറ്റ് ഞാൻ എങ്ങനെയാണ് ചെയ്തതുപോലെ തെളിയിക്കുക മഹേഷ്? സാർ, നിങ്ങൾ എൻ്റെ ജീവിതത്തിന് ഒരു പുതിയ വെളിച്ചം തന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് കണ്ടിട്ട് വെറുതെ നിൽക്കാനാവില്ല സാർ. മേഘയുടെ വിഷയത്തിൽ സാറിന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഒരു മടിയും കൂടാതെ എന്നോട് ചോദിച്ചോളൂ സാർ. ആ എന്നൊക്കെ പറഞ്ഞിട്ട് സിദ്ധു പൊയ്ക്കോന്നൊക്കെ അവനോട് കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. സാറിൻ്റെ ഭാഗത്താണ് ഈ കാര്യത്തിൽ ന്യായം ഉണ്ടാവുകയെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ സാറിനൊപ്പം തന്നെയാണ് ഉണ്ടാവുക. കുഴപ്പമില്ല മഹേഷ്, എൻ്റെ മേൽ നീ ഇത്രയധികം വിശ്വാസം വെച്ചിരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് സിദ്ധു കൂപ്പ് കൈയോടെ നിൽക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം മഹേഷ്, മേഘ പറഞ്ഞത് കള്ളമാണെന്ന് തീർച്ചയായിട്ടും ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും. ഞാനും ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. പക്ഷെ അത് എപ്പോഴാണ് നടക്കുക എന്നെനിക്ക് ഒരിക്കലും അറിയില്ല. സിദ്ധാർത്ഥ് ബോധമില്ലാതെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ മഹേഷ് അവനെ നോക്കിക്കൊണ്ട് പുച്ഛത്തോടെ ചിന്തിക്കുന്നുണ്ട്. നിന്നെ കൊണ്ട് ഇതൊരു കാലത്തും തെളിയിക്കാൻ സാധിക്കില്ല. മേഘ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ മേഘയെ വെച്ചുകൊണ്ട് തന്നെ നിന്നെയും ചന്ദ്രികയും ഞാൻ വേർപിരിക്കാൻ പോവുകയാണ്. ഇതിനേക്കാളും നല്ലൊരവസരം നിങ്ങളുടെ കാര്യത്തിൽ ഇനി എനിക്ക് വീണ്ടും കിട്ടില്ല. പെട്ടെന്ന് തന്നെ മുഖത്ത് സഹതാപം വരുത്തിക്കൊണ്ട് മഹേഷ് വീണ്ടും പറയാണ്. സാർ, നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നടന്നു പോകുന്നത് എന്തായാലും ശരിയല്ല സാർ. വണ്ടി കയറി സാർ. വേണ്ട മഹേഷ്, ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ സിദ്ധു പറയുന്നുണ്ടെങ്കിലും മഹേഷ് തന്നെ അവനെ കൂട്ടിക്കൊണ്ടുപോയി ഓട്ടോയിൽ കയറ്റുകയാണ്. വരൂ സാർ, വരൂ എന്നൊക്കെ പറഞ്ഞ് സിദ്ധുവിനെ ഓട്ടോയിൽ കയറ്റുന്ന സമയത്തൊക്കെ ഓട്ടോയിൽ കയറുമ്പോൾ സിദ്ധു ഇങ്ങനെ ബോധമില്ലാതെ പറയുന്നുണ്ട്. എൻ്റെ ഫോട്ടോയൊക്കെ ഓട്ടോയിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കയറുന്നത്. അങ്ങനെ സിദ്ധുവിനെയും കൂട്ടിക്കൊണ്ട് മഹേഷ് ഓട്ടോയിൽ പോവുകയാണ്. സിദ്ധുവിനെ ബാക്ക് സീറ്റിൽ വെച്ചുകൊണ്ട് മിററിൽ കൂടി നോക്കിക്കൊണ്ട് മഹേഷ് മനസ്സിൽ പറയാണ്, എൻ്റെ അടുത്ത് നിന്നും നീ എങ്ങനെയാണോ ചന്ദ്രികയെ പിരിച്ചെടുത്ത് കൊണ്ടുപോയത്, അതുപോലെ മേഘയെ വെച്ചുകൊണ്ട് നിൻ്റെ അടുത്ത് നിന്നും ഞാൻ ചന്ദ്രികയെ കുറച്ചായിട്ട് അകറ്റിക്കൊണ്ടേയിരിക്കും. സിദ്ധു തീരെ ബോധമില്ലാത്ത അവസ്ഥയിലാണ് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. അതേസമയം ചന്ദ്രികയാണെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് അവരുടെ കല്യാണ കത്ത് നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് അവളുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞങ്ങളുടെ കല്യാണം നടക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല. മേഘ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാക്കുക എന്ന് ഒരു ഐഡിയയും ഇല്ല. ഇനി ദൈവത്തിന് മാത്രമേ ഞങ്ങളുടെ കല്യാണം നടത്തിത്തരാൻ സാധിക്കുള്ളൂ. ചന്ദ്രിക ആ ഒരു കത്ത് നോക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് സിദ്ധു വാതിൽ തള്ളി തുറന്ന് അങ്ങോട്ടേക്ക് വരുന്നത്. സാർ, സിദ്ധാർത്ഥിനെ നടത്തമൊക്കെ കണ്ടപ്പോൾ ചന്ദ്രിക ആകെ ഒരു പന്തികേട് തോന്നുവാണ്. സാർ, എന്താ സാർ, എന്തോ പോലെയാണല്ലോ ഉള്ളത്. അപ്പോൾ അവൻ അടുത്ത് വന്ന സമയത്ത് അവനെ സ്മെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. സാർ, നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ആ ചന്ദ്രിക, ഞാൻ കുറച്ച് മദ്യപിച്ചിട്ടുണ്ട്. എന്തിനാ സാർ കുടിച്ചത്? ഇനി കുടിക്കില്ല എന്ന് എൻ്റെ അടുത്ത് സത്യം ചെയ്ത് പറഞ്ഞതല്ലേ നിങ്ങൾ? അങ്ങനെയുള്ളപ്പോൾ എന്തിനാ സാർ മദ്യപിച്ചത്? അത് ചന്ദ്രിക, മേഘയോടുള്ള ദേഷ്യം കാരണം ഞാൻ അവളെ എന്തെങ്കിലും ചെയ്തു പോകുമെന്ന് എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ മദ്യപിച്ചത്.
കുടിച്ചു കഴിഞ്ഞാലെങ്കിലും അവളോടുള്ള ദേഷ്യം കുറയുമെന്ന് കരുതിയിട്ടാണ് ഞാൻ കുടിച്ചത്. എന്താ സാർ ഈ പറയുന്നത്? മേഘയോടുള്ള ദേഷ്യം കാരണം കുടിക്കുന്നതാണോ? മേഘ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിക്കോട്ടെ, അതുകൊണ്ട് സാറ് മദ്യപിച്ചിട്ട് സാറിൻ്റെ ശരീരം കേടാക്കണോ? മേഘ പറയുന്നതൊന്നും സീരിയസ് ആയിട്ട് എടുക്കേണ്ട, അതങ്ങനെ വിട്ടേക്ക്. എന്ത്? എങ്ങനെ വിടാനാ ചന്ദ്രിക നീ പറയുന്നത്? സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് അവളുടെ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ലെന്ന് ഞാൻ തെളിയിക്കണമെന്നാ. അങ്ങനെ തെളിയിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കൂ എന്നാണ് ഇൻസ്പെക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇതിനൊക്കെ കാരണം ആരാണ്? മേഘയല്ലേ? അങ്ങനെയുള്ളപ്പോൾ അവളുടെ മേൽ എനിക്ക് ദേഷ്യം ഉണ്ടായതിൽ എന്താ തെറ്റുള്ളത്? സർ, അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അവരെ മറികടന്ന് മേഘയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ആര് പറഞ്ഞു? നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനവും ഒക്കെ നഷ്ടമായി. സിദ്ധാർത്ഥ് ഇങ്ങനെ മദ്യത്തിൻ്റെ ലഹരിയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നാട് മുഴുവൻ എന്നെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രിക. ഇന്ന് ബാറിൽ പോയപ്പോൾ അവിടെ വെച്ച് പോലും എന്നോട് ആളുകൾ മോശമായാണ് സംസാരിക്കുന്നത്. അതിനും മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? മദ്യപിച്ച് ബോധമില്ലാതെ കിടന്നവളെ തൂക്കിക്കൊണ്ടുപോയി അവളുടെ വീട്ടിലെ കട്ടിലിൽ കിടത്തി. അതിന് കിട്ടിയ ശിക്ഷയാണോ ഇത്? ചന്ദ്രിക, നിനക്കൊരു കാര്യം അറിയാമോ? ഇപ്പം എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് പോലും എന്നെ സംശയത്തോടെയാണ് നോക്കുന്നത്. എന്നാൽ ഞാനിന്ന് മഹേഷിനെ കണ്ടു. അവൻ്റെ ഓട്ടോയിലാണ് ഞാൻ വന്നത്. പക്ഷെ നിനക്കൊരു കാര്യം അറിയോ ചന്ദ്രിക? ഇത്ര ആളുകളും എന്നെ സംശയിച്ചിട്ടും മഹേഷ് എൻ്റെ മേൽ ഒരു തരിമ്പ് പോലും സംശയമില്ല. അവന് എന്നോട് അത്രയധികം വിശ്വാസമാണെന്ന് എൻ്റെ കയ്യിൽ ആണയിട്ട് പറഞ്ഞു. സിദ്ധാർത്ഥ് സന്തോഷത്തോടു കൂടിയാണ് ആ ഒരു കാര്യം പറഞ്ഞത്. പക്ഷേ സിദ്ധു പറഞ്ഞത് കേട്ടപ്പോഴേക്കും ചന്ദ്രിക ആകെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഈ ഒരു അവസരം മഹേഷ് മുതലാക്കുന്നുള്ളത് ചന്ദ്രികയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവളിങ്ങനെ ഞെട്ടി നിൽക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.